ടാറ്റയുടെ സർവീസ് വളരെ മോശമാണെന്ന് പലരും എന്നോട് പറഞ്ഞെങ്കിലും ഷോറൂമിൽ പോയി അത് നേരിട്ട് ഇന്നലെ അനുഭവിച്ചു. വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ പറഞ്ഞ സ്പെയർ പാർട്സ് ഒന്നും ഷോറൂമിലോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലോ അവൈലബിൾ അല്ലെന്നാണ് അവർ പറഞ്ഞത്. അത് ഓർഡർ ചെയ്ത് വരുത്തണമെങ്കിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ അവർ അത് ഓർഡർ ചെയ്യുകയും ചെയ്യുള്ളൂ. നമ്മളൊരു വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി ടാറ്റയുടെ സർവീസ് സെൻ്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് വന്നതെന്ന് കൂടി ചോദിക്കാൻ അവിടെ ആരും തന്നെ വരാറില്ല. അതുമാത്രമല്ല, ഓരോ പാർട്സ് നമ്മൾ ഓർഡർ ചെയ്യാൻ കൊടുത്താൽ തന്നെ 10-15 ദിവസം കഴിഞ്ഞേ ഒരു പാർട്സ് കിട്ടുള്ളൂ. നമ്മൾ ഓരോ പാർട്സിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് ചോദിച്ചാൽ അതൊന്ന് പറഞ്ഞു തരാൻ കൂടി അവർക്ക് സമയമില്ല. വാട്സപ്പ് നമ്പർ തന്നാൽ ഇന്ന് തന്നെ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ 48 മണിക്കൂറായിട്ട് ഇതുവരെ ഷോറൂമിൽ നിന്ന് ഒരു റെസ്പോൺസ് പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ടാറ്റയുടെ ഷോറൂമിൽ നിന്ന് മാത്രം ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും പറയും ടാറ്റയുടെ വണ്ടികൾ നല്ലതാണ്, ടാറ്റയുടെ ബോഡി ക്വാളിറ്റി നല്ലതാണ്. ഇതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. പക്ഷേ സർവീസ് സെൻറ്ററിൻ്റെ കാര്യത്തിൽ ടാറ്റ വെറും വട്ടപൂജ്യമാണ്. കാരണം നമ്മളൊരു വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് ഷോറൂമിൽ സർവീസിന് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ സർവീസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോ എന്നുള്ളൊരു മട്ടിലാണ് അവരുടെ പെരുമാറ്റം. ടാറ്റയുടെ എല്ലാ സർവീസ് സെൻ്ററും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വണ്ടി സർവീസിന് കൊടുക്കാൻ ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനീ പറഞ്ഞത്.